ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനർ കൊണ്ട് വേറൊരു പൂ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 5 വയലറ്റ് പൈപ്പ് ക്ലീനറും 2 ഗ്രീൻ പൈപ്പ് ക്ലീനറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വയലറ്റ് പൈപ്പ് ക്ലീനർ എല്ലാം ഒരുപോലെ പിടിച്ച് 2ആയി മടക്കി അതിലൂടെ ഗ്രീൻ പൈപ്പ് ക്ലീനർ കയറ്റി വിട്ട് നമുക്ക് അതും ഒരുപോലെ താഴേക്ക് പിടിച്ച് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് 2 വട്ടം ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ വയലറ്റ് പൈപ്പ് ക്ലീനറെല്ലാം ഒന്ന് നേരെ നിവർത്തിയെടുക്കാം. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഇതളുകളാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതളുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഒരു സൈഡിലേക്ക് നമുക്ക് ഇതളുകൾ എങ്ങോട്ടാണ് ഏത് ദിശയിലേക്ക് ഇറക്കി വരേണ്ടതെന്ന് വെച്ചാൽ അതുപോലൊക്കെ ആക്കിയിട്ട് നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പിടിച്ച് നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഇതളും ആക്കിയെടുക്കുകയാണ്. അങ്ങനെ എല്ലാ ഇതളും ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു പൂവിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 ഇലയും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. അതിനകത്ത് അതിന് നമ്മൾ പൂവിൻ്റെ ഇതളുകൾ എങ്ങനെയാണോ ആക്കിയത് അതുപോലെ തന്നെ നമ്മൾ ലീഫ് 2 എണ്ണം ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ പൂവിന് 2 ഇലകൾ സെറ്റായി. ഇനി തണ്ട് വേണം. അതിനുവേണ്ടി 2 ഗ്രീൻ പൈപ്പ് ക്ലീനറോട് നമുക്കൊന്ന് പിരിച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഒരു പൂവായിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.